സുബൈർ നമസ്കാരം. കളി കാണാൻ തയ്യാറായോ? ഫൈനൽ കാണാൻ തയ്യാറായോ? നമസ്കാരം. നമസ്കാരം. തയ്യാറായിരിക്കുകയാണ് 2-3 മണിക്കൂർ കൂടി ഉണ്ട്. തയ്യാറത്തിൽ തന്നെയാണ്. എന്താവും ടീം പൊസിഷൻ? എങ്ങനെയാ സുബൈർ കാണുന്നത് ഇന്നത്തെ രണ്ട് ടീമിന്റെയും ഒരു ടീം പൊസിഷനെ കുറിച്ചൊന്ന് ആദ്യം പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാമോ? ഫോർമേഷൻ എങ്ങനെയാവും? പറഞ്ഞു കൊടുക്കാൻ പിന്നെ എങ്ങനെയാവും എന്ന് വെച്ചാൽ സ്പെയിൻ യൂറോപ്പിലെ ശക്തമായ ടീമാണ്. പിന്നെ 2010 ചാമ്പ്യന്മാരാണ് സ്പെയിന്. ഈ ലോകകപ്പിൽ കപ്പടിക്കാൻ പറഞ്ഞ ടീമിന് സ്പെയിൻ ഫ്രാൻസ്. ഫ്രാൻസിനെ പൂട്ടിയവരാണ് സ്പെയിന്. ഓലെ കോച്ച് ലൂയിസ് ഡെലഫോണ്ട എന്ന് പറഞ്ഞ കോച്ച് തന്ത്രശാലിയാണ്. പിന്നെ ഓലെ യമാല് നല്ലൊരു സ്ട്രൈക്കറാണ് ലോകത്ത്. അപ്പോൾ എംബാപ്പനൊക്കെ കളത്തിലില്ലാതാക്കിയ ടീമാണ് സ്പെയിന്. ഓലെ സമ്മതിച്ചേ പറ്റൂ. പക്ഷേ ചില്ലറക്കാരല്ല സ്പെയിൻ. അവനെ ഡിക്കിട്ടാക്ക കുറേ പാസുകാരാണ്. അപ്പോൾ എതിരാളികൾ അർജൻറ്റീനയാണ്. അർജൻറ്റീന പിന്നെ 4ാം കിരീടത്തിനും വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. മെസ്സിക്ക് തുടർച്ചയായിട്ട് 2ാം കിരീടത്തിനും വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ്. അർജൻറ്റീന ഇതുവരെ കണ്ട മോശം ആണെങ്കിൽ കൂടിയിട്ട് ഇംഗ്ലണ്ടിനെതിരെ അസാധ്യമായ ഫോമാണ് അർജൻറ്റീന നിലനിർത്തുന്നത്. അത് മാത്രമല്ല അർജൻറ്റീന കോച്ച് ലേണസ് കെലോണി എന്ന് പറഞ്ഞ കോച്ച് ഏറ്റവും തന്ത്രശാലിയായ കോച്ചാണ്. ഖത്തർ ലോകകപ്പിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെ പോരാടി വിജയം മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം എന്ന് ലോകത്ത് തെളിയിച്ച ടീമാണ് അർജൻറ്റീന. അതുകൊണ്ട് മെസ്സിക്കൊരു കിരീടത്തിനും വേണ്ടിയിട്ട് അർജൻറ്റീന ജീവൻ തന്നെ രചിക്കാനും പോരാടാനും തയ്യാറാണ് എനിക്ക് തോന്നുന്നത്. മെസ്സിയെ പൂട്ടാൻ ആരെയായിരിക്കും സ്പെയിൻ നിയോഗിക്കുക? സുബൈറിന് എന്ത് തോന്നുന്നു? മെസ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂട്ടൽ പിന്നെ ഡിഫൻസിൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ സ്പെയിൻ്റെ ഈ കുക്കുറിലൊക്കെ അസാധ്യമായ ഡിഫൻസാണ്. പക്ഷേ എംബാപ്പനെ മൂട്ടിയ മാതിരി സ്പെയിനെ പൂട്ടാനല്ല മെസ്സിനെ പൂട്ടാൻ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം ടോട്ടിക്ക് ഓലെ കളിക്കാരനെ പറഞ്ഞാൽ സാധിക്കില്ല. എന്നാലും മെസ്സി ആ പൂട്ട് പൊളിച്ച് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അർജൻറ്റീനയ്ക്ക് മുൻതൂക്കമുണ്ട്. പക്ഷേ എംബാപ്പനെ പൂട്ടിയ മാതിരി സ്പെയിൻ ഡിഫൻസ് പൂട്ടുകയാണെങ്കിലാണ് പ്രശ്നം. എന്നാലും ലൗതാറോ മാർട്ടിനസും ജൂനിയർ ആൽവാരസും നിക്കോളാസ് ഗോൺസാലൊക്കെ ഉണ്ട് ഫോർവേഡിൽ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ യമാലിനും അങ്ങനെ പ്രയാസപ്പെടും അർജൻറ്റീന ഡിഫൻസ്. അപ്പോൾ യമാലും മെസ്സിയുള്ള പോരാട്ടമാണ് സാധ്യത. പക്ഷേ പൂർണ്ണമായിട്ട് പൂട്ടാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പൂട്ടിക്കഴിഞ്ഞാൽ അതിൽ വിടവ് നികത്തി കൊണ്ടുപോകാൻ കഴിയുന്ന കോച്ചാണ് ലേണസ് കെലോണി. അതുകൊണ്ട് നല്ല എക്സ്ട്രാ ടൈം തള്ളിക്കളയാൻ പറ്റൂല ഇന്നത്തെ മത്സരം. ടൈം ബാക്ക് ഉനൈസം സോം എന്ന് പറഞ്ഞ ഗോൾ കീപ്പർ നല്ല ഫോമിലാണ്. എമിലിയാനോ മാർട്ടിനസും ഫോമിലാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥ അടിയൊന്നും വന്നില്ല ഇംഗ്ലണ്ടിനെതിരെ. എന്നാലും എമിലിയാനോ മാർട്ടിനസ് ടൈം ബേക്കർ വന്നാൽ തടുക്കാൻ വിദഗ്ധനാണ് എമിലിയാനോ മാർട്ടിനസ്. അതുകൊണ്ട് ഭയപ്പെടേണ്ടിയില്ല. ഉനൈസ് പോരാട്ടത്തിൽ ഞാൻ പറഞ്ഞല്ല ഉനൈസ് സ്പെയിന്റെ ഗോളി ഭയങ്കര ശക്തമായ ഗോളിയാണ് ഉനൈസൻ സോമൻ. സമ്മതിച്ച് നല്ല ഗോളിയാണ്. പക്ഷെ അർജന്റീന ഗോളി എമിലിയാനോ മാർട്ടിനസ് മോശക്കാരനല്ല. ടൈം ബേക്കർ തടക്കാൻ ഉനൈസൻ സോമനാട്ടിലും വിദഗ്ധൻ എമിലിയാനോ മാർട്ടിനസ് ആകാനാണ് സാധ്യത. അതുകൊണ്ട് ഒരു യൂറോപ്യൻ രാജ്യവും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമുള്ള പോരാട്ടത്തിൽ അർജന്റീന 4ാം കിരീടം മെസ്സിക്ക് 2ാം കിരീടം നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ബ്രസീൽ അടക്കം എല്ലാ ടീമുകളും പുറത്തുപോയി. നമ്മുടെ നാട്ടിലെ ബ്രസീൽ ആരാധകരും പോർച്ചുഗൽ ആരാധകരും ഇംഗ്ലണ്ടിൻ്റെ ആരാധകരും ഇവരെല്ലാം കൂടി ചേർന്ന് അർജൻറ്റീനയ്ക്കെതിരെ ഒരു വലിയ ഒരു സാമ്പാർ മുന്നണി എന്നാണ് അതിന് സുബൈർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു മുന്നണിയെ കൂടെ വേണം മെസ്സിയും സംഘവും നേരിടാനല്ലേ? അത് ശരി. അതെ. കാരണം എന്താ അറിയോ, ഇന്നിപ്പോ ഒരു പക്ഷേ സ്പെയിൻ ആദ്യം ഗോൾ അടിക്കുകയാണെങ്കിൽ കേരളം ഏറ്റവും കുലുങ്ങൽ ഓല് എല്ലാവരും യൂണിയൻ ഒന്നായിന്. എല്ലാ 48 രാഷ്ട്രം പങ്കെടുത്ത് 46 രാജ്യം അപ്പുറത്താണ് നിൽക്കുന്നത്. കാരണം എല്ലാ യൂണിയനും ഒന്നായിട്ട് ഇവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം ഗോൾ സ്പെയിൻ ഇട്ടുകയാണെങ്കിൽ കേരളം കുലുങ്ങും. അതിനൊന്നും മടങ്ങൂല. പക്ഷെ തിരിച്ചാണെങ്കിൽ ഒരു ഫാൻസിൻ്റെ കാര്യമല്ല, ഒറ്റക്കെട്ടായിന് അർജന്റീന ഫാൻസ് മാത്രമേ ഉള്ളൂ. അത് പ്രതിരോധിക്കാൻ കഴിയുന്ന വിശ്വാസം. ഓക്കെ.